കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഇന്ന് അങ്ങയുടെ വിശുദ്ധ ആലയത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നു അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് സ്ത്രീരണ ശുശ്രൂഷയിൽ ഞങ്ങൾക്കായിരിക്കാൻ അങ്ങയുടെ ഭാഗ്യവും പദവിയും തന്ന കൃപയ്ക്കായി സ്തോത്രം. സ്ഥിരീകരിക്കപ്പെടുവാനുള്ള കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും ജ്ഞാനമാതാപിതാക്കന്മാരെയും ഈ സഭയെയും അങ്ങോടൊന്ന് അനുഗ്രഹിക്കണമേ. അല്പസമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ ചിന്തിപ്പാൻ, അങ്ങനെയുള്ള വിശ്വാസത്തിലും അങ്ങയുടെ കൽപ്പനകളെയും നമുക്ക് കൂടുതൽ അടിയുറയ്ക്കുവാൻ, ഉറപ്പിപ്പാൻ, മനസ്സിലാക്കുവാൻ സമർപ്പണത്തോടെ വാഗ്ദത്തം ചൊല്ലിക്കൊണ്ട്, വാഗ്ദാനം പറഞ്ഞുകൊണ്ട്, സമ്മതിച്ചുകൊണ്ട്, പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കടന്നു പോകുവാൻ നമ്മളെ പ്രാപ്തരാക്കണം. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണം. മഹത്വമെല്ലാം അങ്ങ് മാറ്റെടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നൂക്കാളിയാർ സെന്റ് മത്തിയാസ് SI ഇടവകയിൽ ഒരു സ്ത്രീകരണ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുവാൻ, ശുശ്രൂഷയിൽ ആയിരിക്കാൻ ഇടയാകുന്നതിൽ, ഈ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും പ്രോഗ്രാം ചെയ്യുകയും ലിസ്റ്റിലൊക്കെ തരികയും ചെയ്ത സ്നേഹമുള്ള മുൻ വികാരി ഈപ്പനച്ഛനോടും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്ത സ്നേഹമുള്ള ഇപ്പോഴത്തെ നമ്മുടെ വികാരിയച്ഛൻ സ്നേഹമുള്ള രാജ്മോസ് അച്ഛനോടും, സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, ഡയസസൻ കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട കപ്പയാരച്ഛൻ, സഭാ മക്കൾ, എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും സമയത്ത് അറിയിക്കുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിച്ചു, എങ്കിലും ഞങ്ങൾക്ക് കുടുംബമായിട്ട് വരാൻ സാധിച്ചില്ല. കൊച്ചമ്മമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ധ്യാനം ഇപ്പോൾ ഈ സമയത്ത് HRDT സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രത്യേകമായ ഒരു വിഷയം ട്രസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അത് വളരെ വളരെ മിനിസ്ട്രിയെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത്, വളരെ പണം ചെലവഴിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ബഹുഭൂരിപക്ഷം കൊച്ചമ്മമാരും പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കും. അത് രണ്ടും ഒരേ ദിവസം വന്ന കാരണം ശ്രീജന സഖ്യവും അതുപോലെ തന്നെ ഡയസസും ചേർന്ന് നടത്തുന്നൊരു പ്രോഗ്രാം ആകുന്നു. അതുകൊണ്ട് കൊച്ചമ്മയ്ക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ കുടുംബമായി എല്ലാവിധമായ ആശംസകളും നൂക്കാളിയാർ സെന്റ് മത്തിയാസ് SI ഇടവകയ്ക്ക് നേരുന്നു. ഇന്ന് സ്ഥിരീകരണ ശുശ്രൂഷയാണ്. പ്രത്യേകമായി അതിനുവേണ്ടി മാത്രമുള്ള ഒരു ശുശ്രൂഷയും കൂടെയാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സ്നേഹമുള്ള സുനീഷ് അച്ഛൻ, അതോടൊപ്പം തന്നെ സ്നേഹമുള്ള ജയ്സിംഗ് അച്ഛൻ, നമ്മുടെ മുൻ വികാരി, അതോടൊപ്പം നമ്മുടെ സ്നേഹമുള്ള മാക്സിം ജോൺ അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട സഭാ ശുശ്രൂഷകർ, അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായകസംഘം, അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഇന്ന് സ്ഥിരീകരിക്കപ്പെടുവാനുള്ള 15 കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാർ, ജ്ഞാനമാതാപിതാക്കന്മാർ, എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാധാരണ ഇത് കമ്മ്യൂണിറ്റി സർവീസും കൂടെ ചേർന്നുള്ളൊരു ശുശ്രൂഷയാണ്. സാധാരണ ഒരു കമ്മ്യൂണിറ്റി സർവീസ് എത്ര സമയമെടുക്കും മക്കളെ? എത്ര സമയമെടുക്കും? കുട്ടികളെന്ന് പറയാമോ? കുട്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്ര മണിക്കൂറുള്ള ഒരു കമ്മ്യൂണിറ്റി സർവീസ് പള്ളിയിലെ? ഉറക്കെ ഉത്തരം പറഞ്ഞാൽ മതി. 2 മണിക്കൂറോ 2.5 മണിക്കൂറോ? 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ടെന്നാണ് പിള്ളേർ പറയുന്നത്. ഓക്കെ, ഈ സ്ത്രീകരണ ശുശ്രൂഷ ഏതാണ്ട് 2 മണിക്കൂർ തൊട്ട് 2.5 മണിക്കൂർ വരെ ഉണ്ട്. അപ്പോൾ എത്ര മണിക്കൂറായി? എത്ര മണിക്കൂറായി? 5 മണി. ഓക്കെ, നിങ്ങളുടെ ടൈം അതനുസരിച്ച് ഒന്ന് ക്രമീകരിച്ചു വിടുക. 5 മണിക്കൂർ കഴിഞ്ഞ് എന്ത് ചെയ്യാവുള്ളൂ? പിന്നെ വാച്ച് നോക്കാവുള്ളൂ കേട്ടോ. ഇന്ന് നിങ്ങളോടാണ് എനിക്ക് ചോദ്യങ്ങൾ, അച്ഛനത് പറഞ്ഞു, ചോദ്യം ചോദിക്കും, പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് പ്രസംഗം എല്ലാം കൂടെ ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് പ്രസംഗമാണോ എന്ന് ചോദിച്ചാൽ പ്രസംഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റത്തില്ല. രണ്ടും കൂടെ മിക്സ് ആയിരിക്കും കേട്ടോ. എന്നാലും ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ എന്ത് ചെയ്യണം? മണിയായിട്ട് കൊണ്ട് പറയണം. ഉത്തരം പറയാൻ താമസിച്ചാൽ 2.5 മണിക്കൂർ എന്നുള്ളത് എന്ത് ചെയ്യും? പിന്നെയും അങ്ങ് മുമ്പോട്ട് പോകും അല്ലേ. പിന്നെ അങ്ങനെ ഒത്തിരി മുമ്പോട്ട് പോയാൽ എന്ത് ചെയ്യും?
നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരൊരു പക്ഷേ ആദ്യം ജ്ഞാനമാതാക്കന്മാരും പിന്നെ മാധവക്കന്മാരും എന്ത് ചെയ്യും? പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ കൃത്യം പറയും. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ പഠിച്ച കാര്യമല്ല എനിക്ക് ചോദിക്കാനുള്ളത്. പഠിച്ചത് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. നിങ്ങളെ പഠിപ്പിച്ചതോ നിങ്ങൾ പഠിച്ചതല്ല, നിങ്ങൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളതാണ് എനിക്കറിയാം. അപ്പോൾ ചോദ്യങ്ങളൊക്കെ അതുവരെ രീതിയിൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച ഉത്തരവുമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അതുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചിലതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്, ചിലത് ഇൻഡയറക്റ്റ് ചോദ്യങ്ങളും കൂടെയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ച ഏത് ഭാഗമാണ് വായിച്ചത്? സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം മുതലാണോ 14-ാം വാക്യം മുതലാണോ വായിച്ചത്? 15 തൊട്ടാണോ 14 തൊട്ടാണോ വായിച്ചത്? 15 തൊട്ട് വായിച്ചോ 14 തൊട്ട് വായിച്ചോ? അച്ഛൻ ഇന്ന് വായിച്ച കാര്യം ചോദിച്ചു. അച്ഛൻ 14 തൊട്ട് വായിച്ചെന്നാണ് എൻ്റെ വിചാരം. ശരിയല്ലേ? 14, 15, 16, 17 അല്ലേ? 17 വാക്യങ്ങൾ വായിച്ചു. അത്രയും വാക്യങ്ങൾ വായിച്ചു. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സാധാരണ 15, 16, 17 വാക്യം. 3 വാക്യങ്ങളാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് അച്ഛൻ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വാക്യം കൂടെ കൂടുതൽ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അച്ഛൻ പറഞ്ഞു ഇതാവുന്നു ഇന്നത്തേക്കുള്ള നിങ്ങൾക്കുള്ള സുവിശേഷം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഇന്ന് അച്ഛൻ ആരാധന എടുത്തപ്പോൾ എന്ത് ചെയ്തു? കൽപ്പന നിങ്ങൾ മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ച്, തെറ്റിക്കരുത് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അച്ഛൻ ആദ്യം കൽപ്പനകളും പിന്നെ കൽപ്പനയുടെ ചുരുക്കവും കൂടെ എന്ത് ചെയ്തു? പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു പ്രകാരം നമുക്ക് എന്ത് ചെയ്യത്തില്ല, കൽപ്പനയിൽ നിന്ന് വിട്ടു പോകാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വാക്യമായിട്ട് നിങ്ങൾ പഠിച്ചോളുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പറഞ്ഞേ, അച്ഛനോട് ഉറക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഇവിടെ കൂടുതൽ മറ്റൊച്ചകളുണ്ട് അല്ലേ? ഫാനിൻ്റെ കറക്കമുണ്ട്, ജനറേറ്ററിൻ്റെ ഇതുണ്ട്, പിന്നെ പക്ഷി ചലിക്കുന്നുണ്ട്, ചീവടി ചലിക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ശബ്ദം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണമെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ പറയും നിങ്ങൾക്ക് കേൾക്കാമോ? ഈ ബോക്സിൽ കൂടെ കേൾക്കാമോ? ചിലപ്പം പുറത്തുള്ളവർക്ക് കേൾക്കാതിരിക്കും, പലപ്പോഴും അകത്തിരിക്കുന്നവർക്ക് എന്ത് ചെയ്തില്ല, അത് കേൾക്കത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ മധുവയ്ക്കാതിരിക്കുന്നവർക്ക് ഇവിടെ പറയുന്നില്ലാന്നൊന്നും കേൾക്കത്തില്ല. നിങ്ങൾക്ക് പക്ഷേ കേൾക്കാം. അതുകൊണ്ടാണ് ഞങ്ങളവിടെ ഇവിടെ പറയുന്ന പോലെ കേൾക്കാതെ അവിടെ ഞങ്ങൾ എന്ത് ചെയ്ത് പലപ്പോഴും ഇരുന്ന് പോകുന്നു. അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഈ സൗണ്ട് സിസ്റ്റത്തിന് ഉണ്ട്. ഓക്കെ, ഒരിക്കലൊരു പള്ളിയിൽ ഇങ്ങനെ പിള്ളേരോട് ചോദ്യം ചോദിച്ചിട്ട് പിള്ളേർ അങ്ങനെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്ക് വളരെ സങ്കടം തോന്നി, കുറച്ച് ദേഷ്യം തോന്നി അത് പഠിപ്പിച്ച ആൾക്കാരോട്. അത് കഴിഞ്ഞ് പിള്ളേർ പറയുക, തിരുമേനി ചോദിച്ച ചോദ്യങ്ങളും ഞങ്ങൾ കേട്ടില്ല. ശരിയാ, എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഈ ബോക്സ് അവർക്ക് കേൾക്കാൻ പാകത്തിനല്ല വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് കേൾക്കത്തുമില്ല. ഈ മൈക്ക് പറയുന്ന ശബ്ദം മുഴുവൻ വലിച്ചെടുത്ത് പുറത്തേക്കാണ് വരും അല്ലേ? അപ്പോൾ ഉള്ളിലുള്ളവർക്ക് എന്തില്ല, കേൾക്കത്തില്ല. അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത് കേൾക്കാമോ. കേൾക്കത്തില്ല, എന്ത് ചെയ്യണം? അതനുസരിച്ച് നമ്മൾ ക്രമീകരണം ചെയ്യണം. കേൾക്കാമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ, ഇച്ചിരി ഉറക്കെ പറഞ്ഞേ, റെഫറൻസ് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. മറന്നു പോകരുത്. കുറേ കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ചോദിക്കും എന്താ വാക്യം, ആ വാക്യം എന്താണ് പറയുന്നത്? വാക്യം വായിച്ചിട്ട് നിങ്ങൾ എന്ത് മനസ്സിലായി? പഠിച്ചു, കാണാപ്പാടാൻ റെഫറൻസൊക്കെ പഠിച്ചു. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്? അല്ലെങ്കിൽ ആ വാക്യം നമ്മളോട് എന്ത് ആവശ്യപ്പെടും? നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. ഒരാൾ പറഞ്ഞു ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവരോ ഇങ്ങനെയാണോ മനസ്സിലാക്കി? ഓക്കെ, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേൾക്കുന്നതാണോ? മനപ്പാഠം പഠിക്കുന്നതാണോ?
കാണാതെ എഴുതാൻ പഠിക്കുന്നതാണോ? എന്താ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതോ അതിലും കുറെക്കൂടെ വ്യത്യാസമാണോ അതിൻ്റെ അർത്ഥം? അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വാക്യം പറഞ്ഞിരിക്കും കാക്കും എന്നാണ് അല്ലേ? കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. നമ്മൾ മുമ്പേ പ്രതിവാക്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കാക്കുക എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. അപ്പോൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കി? എന്തായിരിക്കും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ? ചെയ്യുക എന്നാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ. യേശു പറഞ്ഞ വാക്യമാണ്. യേശു കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്യങ്ങളിൽ പെടുന്ന ഒരു വാക്യമാണ് അത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? യേശുവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. യേശുവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. യേശുവിൻ്റെ കൽപ്പന അനുസരിക്കും അല്ലേ? അങ്ങനെയാണ് യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. വേറെ എല്ലാ ചിന്തകളും എന്ത് ചെയ്യണം? വിട്ടേക്കണം. ഓക്കെ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചുണ്ടനക്കിയാലൊന്നും എനിക്ക് കേൾക്കത്തില്ല. ഉറക്കെ ശബ്ദത്തിൽ എന്ത് ചെയ്യണം? പറയണം. പറഞ്ഞേ, കൽപ്പനകൾ. അതാണെന്ത് ചോദ്യം? കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ, ഓക്കെ, കൽപ്പനകൾ പഠിക്കണം. ഓക്കെ, അനുസരിക്കേണ്ട കൽപ്പന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഓർത്തിരിക്കണം. കൽപ്പന അനുസരിക്കണമെങ്കിൽ അനുസരിക്കേണ്ടുന്ന കൽപ്പന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് പ്രധാനം അല്ലേ? യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ത് ചെയ്യും? അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണമെങ്കിൽ പ്രമാണിക്കേണ്ട കൽപ്പനകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ, നമ്മൾ കൽപ്പനകൾ കൃത്യമായിട്ടും പറഞ്ഞാൽ എത്ര കൽപ്പനകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്? ഓക്കെ, 10 കൽപ്പന ഉണ്ടെന്നിരുന്ന് കേൾപ്പിക്കുക. 10 കൽപ്പനയുണ്ട്, എനിക്കത് അറിയുകയും ചെയ്യാമെന്നുള്ളത് കേൾപ്പിക്കുക. 10 കൽപ്പനകളും പഠിച്ചിട്ട് വന്നിരിക്കും. കൽപ്പനകൾ 10ഉം പഠിച്ചിട്ടുള്ള വന്നിരിക്കുന്നു. ഓക്കെ, ഏതാദ്യം ചോദിച്ചാൽ പറയുമോ നിങ്ങൾ? ഓക്കെ, കൽപ്പനകൾ എന്തിനുള്ളതാ? കൽപ്പനകൾ അനുസരിക്കാനുള്ളതാണ്. ഇപ്പോൾ 10 കൽപ്പനകളും എന്ത് ചെയ്യണം? നിങ്ങൾ അനുസരിക്കണം അല്ലേ? ഇത് നമ്മളെ ഇവിടെ ആരാധനയ്ക്ക് വരുമ്പോഴേ, നമ്മൾ വിശുദ്ധ സംസർഗുള്ള ആരാധനകളിൽ പ്രത്യേകിച്ചും ആരാധനയ്ക്ക് ഒരു ഈ കൽപ്പനയൊക്കെ വായിക്കുന്നത് എന്തിനായിരിക്കും? ആ കൽപ്പന വായിക്കും എന്തിനായിരിക്കും അത് വായിക്കുന്നത്? ഇന്നും വായിച്ചു. എന്തിനായിരിക്കും അത് വായിക്കുക? ഓർമ്മിപ്പിക്കാനാ. അത് എന്തിനു വേണ്ടി ഓർമ്മിപ്പിക്കപ്പെടണം? കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഓർമ്മിപ്പിക്കപ്പെടണമെന്ന് പറയും. ഈ ആരാധന സമയത്ത് എന്തിനാണ് ഓർക്കുന്നത് അല്ലെ ഓർമ്മിപ്പിക്കുന്നത്? അതും ആരാധനയുമായിട്ടുള്ള ബന്ധം എന്താണ്? അതും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? അതും ആരാധകനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഓരോ കൽപ്പനയും വായിച്ചപ്പം എന്നാ പറഞ്ഞു? എൻ്റെ പ്രതിവാക്യം എന്തായിരുന്നു? ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളെ ഹൃദയങ്ങളെ വണക്കണം അല്ലേ? ഓരോ കൽപ്പനയും വായിച്ചപ്പോൾ പറഞ്ഞല്ലേ? അപ്പോൾ ഒരു കൽപ്പനയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റത്തില്ല അല്ലേ? ചുരുക്കം വായിച്ചിട്ടും എന്ത് ചെയ്യുന്നു? അതങ്ങനെ തന്നെ പറഞ്ഞു. ഒന്നാമത് കായിക സംഘം പറഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ചേർന്ന് പറഞ്ഞല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു എന്ത്? ഈ കൽപ്പനയെ കാക്കാൻ. എന്തിനാണ് ആരാധനയിൽ ഇത് പറയുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അല്ലെങ്കിൽ എന്തിനായിരിക്കാം പറയും? ആരാധനയും ഇതുമായിട്ടുള്ള കൽപ്പനകളുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്തെങ്കിലും ഐഡിയ നിങ്ങൾ സ്വയമായിട്ട് പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടൊന്നും കാണത്തില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ പ്രായത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും 14 വയസ്സാണെന്ന് ഞാനങ്ങ് വിചാരിക്കുക കേട്ടോ. ഓക്കെ, 14ഉം 15ൻ്റെ ഇടയ്ക്കുള്ള പ്രായക്കാരാണ് നിങ്ങൾ എല്ലാവരും. കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. പറഞ്ഞു പറഞ്ഞാൽ 14 താഴെ പോകരുത്. ഓക്കെ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? സ്ഥിരീകരണ പാഠങ്ങളൊക്കെ എന്ത് ചെയ്തു? പഠിച്ചിട്ടുണ്ടല്ലേ? പഠിച്ചു, ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, പഠിച്ചത് എന്താണെന്നാണ് എൻ്റെ ചോദ്യം.
എന്തിനാണ് ഇത് ആരാധനയിൽ പറയും? എന്ത് നിങ്ങൾ മനസ്സിലാക്കും? എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ബന്ധം ഉണ്ടോയെന്നുള്ളൊരു നിയമിക്കേ. അറിയത്തില്ല, പറയാൻ അറിയത്തില്ലെങ്കിലും ഇത് തമ്മിൽ ബന്ധം ഉണ്ടെന്നുള്ളൊരു നിയമിക്കേ. കൈപ്പൊക്കാൻ അടുത്തടുത്ത് നോക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ സ്വയം കൈപ്പൊക്കിയാൽ മതി അല്ലേ? ഓക്കെ. മോനെ സംശയമുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? കൈപ്പൊക്കെന്ന് ചോദിച്ചാൽ പൊക്കിന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയാം അല്ലേ? ഓക്കെ, ഏതാ? നിങ്ങളെപ്പോലെയാണ് ആരും നിങ്ങളെപ്പോലെ ആയിരിക്കും ആര്? ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള അറിവ് നിങ്ങളെപ്പോലെ ആയിരിക്കും ആർക്കും? നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും അല്ലേ? അതുപോലെ തന്നെ ആർക്കും? നിങ്ങളുടെ ജ്ഞാനമാതാപിതാക്കന്മാർക്കും ഇത് തന്നെയായിരിക്കും അറിവ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? അവർക്കറിയാമായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നതിനെ ഈ ഉത്തരം എന്നോട് പറഞ്ഞേനെ അല്ലേ? അറിയത്തില്ല. ഓക്കെ. ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാരെന്ന് കൈവക്കിക്ക്, മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെ ഓക്കെ കൈ താത്തിട്ടോ. ജ്ഞാനമാതാപിതാക്കന്മാരെന്ന് കൈവക്കിക്ക്, ജ്ഞാനമാതാപിതാക്കന്മാർ അതുള്ളത്. ഓക്കെ. അപ്പം ഇവരെ പോലെ ആയിരിക്കും നിങ്ങൾക്കും അതിനുള്ള ഉത്തരം എന്ന് ഞാനങ്ങ് അനുമാനിക്കുകയാണ്, പ്രതീക്ഷിക്കുക. ശരിയാണ്. നമ്മൾ CSAക്കാർ എന്ത് ചേർത്തില്ല? ആരാധന എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് വന്നിരിക്കുന്ന ഒന്നാമത്തെ ഫാൾട്ടാണ് അജ്ഞത, അറിവില്ലായ്മ. ആരാധനയെക്കുറിച്ചുള്ള അറിവില്ലായ്മ. എന്താണ് നമ്മളിവിടെ പറയുന്നത്, എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയില്ല. പലരും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയേണ്ടതിന് നമ്മൾ പ്രതിവാക്യം പറയുന്നില്ല. പറയേണ്ടാത്തതിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിനും ചിലത് പറയുന്നു, ചിലത് പറയാതിരിക്കുന്നു. നമ്മളിവിടെ വരുന്നു, എന്ത് ചെയ്യുന്നു? ആരാധന കഴിയുമ്പോൾ പോകും അല്ലേ? സമാധാനത്തോടെ പോകാമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും അതിനു മുമ്പ് പോകുന്നു, ചിലർ അതിന് ശേഷം പോകും. അച്ഛന്മാർ, ബിഷപ്പന്മാരെല്ലാം അവരും അവരുടെ വഴിക്ക് പോകും. വീണ്ടും എന്ത് ചെയ്യുന്നു? സമയവും സന്ദർഭവും കിട്ടിയാൽ, സൗകര്യം ഒത്തു വന്നാൽ പിറ്റേ ഞായറാഴ്ച എന്ത് ചെയ്യുന്നു? നമ്മൾ വരുന്നു അല്ലേ? വരുന്നു, പോകും. എന്താ നമ്മളിവിടെ ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു വിധമായ കൃത്യമായ ബോധ്യങ്ങളും ഇല്ല. സാധാരണ പറയാറുണ്ട്, കഥകളി ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും പറയും ഉത്തരം. കഥകളി ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കഥ അറിയണം. കഥ അറിഞ്ഞാലേ എന്ത് ചെയ്ത് കഥകളി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. കഥകളിക്കകത്ത് എന്തോ ഉള്ളൂ? മുദ്രകളേ ഉള്ളൂ അല്ലേ? കണ്ണു മുഴിപ്പിക്കുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നു, മുദ്രകൾ കാണിക്കുന്നത്. അത് മനസ്സിലാകണം. എന്ത് ചെയ്യണം? ആ മുദ്രകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ആ കഥയും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളേതാണ്ട് അതുപോലെയാണ്. നമുക്ക് മുദ്രയെ അറിയത്തില്ല, പിന്നെ കഥയും അറിയത്തില്ല. ഓക്കെ. ജനറലായിട്ട് പറഞ്ഞോട്ടെ, ഇവിടെ നമ്മൾ ഈ സഭയൊക്കെ ചില പറയും, പൊതുവേ അതാണ് നമ്മൾ ശ്രദ്ധയില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. ഓക്കെ. പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് തിരികെ വരാം. പറഞ്ഞു വന്ന ഇതാണ്, കൽപ്പന വായനയും ആരാധനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യമായത്. നിങ്ങളതിന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ല. ചിലർക്ക് സംശയമുണ്ട്, എന്ത് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അല്ലേ? എന്നാലും അവരെന്ത് ചെയ്തു? ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അത് വായിക്കത്തില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്തു? കൈ പൊക്കുകയും ചെയ്തു. ഓക്കെ. എങ്ങനെയാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആരാധനയും കൽപ്പനകളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആരാധനയും കൽപ്പനകളുമായി വളരെയധികം ബന്ധപ്പെട്ടാണ്. അത് നമുക്ക് വേർപെടുത്താൻ പറ്റത്തേ ഇല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 1-2 പ്രാർത്ഥനകൾക്ക് ശേഷം, പാട്ടിന് ശേഷം, കൗമാ ചൊല്ലിയതിന് ശേഷം, അല്ലെങ്കിൽ തത്വത്തിന് സ്തുതിയൊക്കെ പറഞ്ഞ് ദൈവത്തെ മോഹപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നത്? ഈ കൽപ്പന വായിക്കുന്നതും, കൽപ്പന വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്? കൽപ്പന വായിച്ചതിന് ശേഷം അല്പസമയം ഒരു മൗന പ്രാർത്ഥനയ്ക്കുണ്ട് അല്ലേ? നിങ്ങൾ ആരാധനയുടെ ഭാഗം ഒന്ന് ഓർത്തോ, മനസ്സിലോർത്തോ? കുറച്ച് മൗന സമയമൊക്കെ ഉണ്ട് അല്ലേ? മൗനമൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാവരും കൂടെ പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. എന്നാ ഏറ്റു പറയുന്നത്? പറഞ്ഞേ, നിങ്ങളിപ്പോൾ ചെയ്തതാ. ഇപ്പം എന്താ നമ്മൾ ചെയ്ത്? വേന്ന് പറഞ്ഞേ, സമയം പോകണം. എന്താ പറഞ്ഞേ? കൽപ്പന വായിച്ചു കഴിഞ്ഞ് ഒരു മൗന സമയമൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടെ എന്നാ പറഞ്ഞു? എന്നാ ചൊല്ലി? പാപം ഏറ്റു പറഞ്ഞു അല്ലേ? പാപം ഏറ്റു പറച്ചിൽ പ്രാർത്ഥന, അനുതാപ പ്രാർത്ഥന അല്ലേ? അനുതാപ പ്രാർത്ഥന പറഞ്ഞു അല്ലേ?
അതാണ് അതിൻ്റെ ക്രമം. സ്തുതി, സ്തോത്രങ്ങൾ, പാട്ടുകൾ, കൽപ്പന വായന. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? പാപം എന്ത് ചെയ്യുന്നു? പാപം ഏറ്റു പറയുന്നെങ്കിൽ അനുദപിക്കുന്നു, അല്ലേ? അനുതാപ പ്രാർത്ഥന. അനുതാപ പ്രാർത്ഥന കഴിഞ്ഞ് എന്താണ്? അനുതാപ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കുറച്ച് വാക്യം എന്ത് ചെയ്തു? ഒന്നെങ്കിൽ തിരുമേനി അല്ലെങ്കിൽ അച്ഛന്മാർ എന്ത് ചെയ്യുന്നു? അവർ ചില വാക്യങ്ങൾ വായിക്കും, അല്ലേ? വാക്യങ്ങൾ വായിച്ചതിന് ശേഷം പിന്നെ ഒരു കാര്യം പറയാം. പാപമോചന അറിയിപ്പ് എന്നാണ് പറയുന്നത്. പാപമോചന അറിയിപ്പ്, അല്ലേ? പാപമോചന അറിയിപ്പ്. അത് അച്ഛന്മാരാണ് അച്ഛന്മാർ, ബിഷപ്പാണ് ബിഷപ്പ്, എന്ത് ചെയ്യും? അവർ പറയും പാപമോചന അറിയിപ്പ്. പാപമോചന അറിയിപ്പ് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇതുവരെ ഏറ്റുപറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അത് കേട്ടോന്നറിയത്തില്ല. ഓർഗൻ വായിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഗൻ്റെ അകത്ത് ആ ശബ്ദത്തിൽ ആ പാപമോചന അറിയിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? മുങ്ങിപ്പോയിട്ടുണ്ട്. അതെന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല, അല്ലേ? അതുകൊണ്ട് ഞാൻ ഓർഗൻ വായിക്കുന്നവരോട് പറയും, നമ്മുടെ ജെയിംസ് സാറോട്, പ്രിയപ്പെട്ട ജെയിംസ് സാറിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. എല്ലാ ഓർഗൻ മാസ്റ്ററോട് പറയാണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധനയിലുണ്ട്. ആ സമയത്തൊന്നും എന്ത് ചെയ്യരുത്? അത് കേൾപ്പിക്കാതിരിക്കരുത്. ജനങ്ങളെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ സാധിക്കണം. ഓർഗൻ ശബ്ദം കാരണം എന്ത് ചെയ്യത്തില്ല, അത് കേൾക്കത്തില്ല. ഇന്നും പാപമോചന അറിയിപ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര പേര് അത് ഗ്രഹിച്ചു, കേട്ടു എന്നറിയത്തില്ല. അതിൻ്റെ തടസ്സം നിന്നത് എന്താണ്? ഓർഗൻ്റെ ശബ്ദമാണ്, അല്ലേ? ചില കാര്യങ്ങൾ കേൾക്കണം നമ്മൾ. മൗന പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? ഓർഗൻ വായിക്കരുത്. അത് അവർക്ക് സ്വയമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. അവസരം നമ്മൾ കൊടുക്കണം. ശബ്ദമുഖരിതമായിട്ട് എന്ത് ചെയ്യരുത്? നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്യരുത്? മാറ്റിക്കളയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പാപമോചന അറിയിപ്പ് പറയുമ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഓർഗൻ വായിക്കരുത്. കാരണം അതെന്താണെന്ന് എന്ത് ചെയ്യണം? ജനങ്ങൾ കേൾക്കണം. പാപം അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഓർഗൻ വായിക്കരുത്. ദൈവത്തോടവർക്ക് അവരുടെ പാപങ്ങൾ ഏറ്റുപറയാനുള്ള കാര്യമാണ്. എന്നാലും ചോദ്യം ബാക്കി നിൽക്കുകയാണ്, ഇതും ആരാധനയുമായിട്ടുള്ള ബന്ധം എന്താണ്, അല്ലേ? ഏത്? കൽപ്പനയും ആരാധനയുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ ഇപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ക്ലിയർ ആയി കാണും. കൽപ്പന വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? പാപം വിറ്റു പറയുക, അല്ലേ? അതുമായിട്ടുള്ള ബന്ധം എന്താ? ഇന്ന് അച്ഛൻ ഓരോരോ കൽപ്പനയും 10 കൽപ്പനകളും പറഞ്ഞല്ലേ? 10 കൽപ്പന പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് പാപം വിറ്റു പറയുകയാണ്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ അർത്ഥം? നിങ്ങളതിനെ എങ്ങനെ മനസ്സിലാക്കും? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഈ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പാപം ഏറ്റു പറയാം. കൽപ്പനകളുടെ ലംഘനമാണ് പാപം. ഏതാണ്? കൽപ്പനകളുടെ ലംഘനമാണ് പാപം. കൽപ്പന അനുസരിക്കാതിരിക്കുന്നതാണ് പാപം. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം കൽപ്പനകൾ നമ്മൾ തെറ്റിച്ചിരിക്കുന്നുവോ അത് ഏറ്റു പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുമെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ പാപമെല്ലാം ഏറ്റു പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരായിത്തീർന്നു? പാപമുള്ള ആളാരാണ്? അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാണ്, അല്ലേ? എന്നെ വിട്ട് പോകണമേ എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ പാപിയാണ്, എന്നെ വിട്ട് പോകണമേ, അല്ലേ? പാപിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപിക്ക് പരിശുദ്ധത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതാണ് സംഗതി. പരിശുദ്ധത്തിൻ്റെ അടുത്ത് പാപിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപി പറയുകയാണ്, പരിശുദ്ധനെ അങ്ങ് എന്നെ വിട്ടു പോകണം, അല്ലേ? ഞാൻ പാപിയാണ്. പാപമാണ് നമ്മളെ ആരാക്കുന്നത്? നമ്മളെ അശുദ്ധരാക്കുന്നത്. ദൈവസന്നിധി നിൽപ്പാൻ നമ്മളെ അയോഗ്യരാക്കി തീർക്കുന്നത് എന്താണ്? പാപമാണ്. പാപം എന്ന് പറയുന്നത് എന്താണ്? പാപം എന്ന് പറയുന്നത് കൽപ്പനകളുടെ ലംഘനമാണ്. കൽപ്പനകളുടെ ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാധനയിൽ നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളിൽ വന്ന വീഴ്ചകൾ അത് ഓരോന്നായി നോക്കി അതിലേതെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ പ്രാപിച്ചതിന് ശേഷമാണ്, വിശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷമാണ് പിന്നെ ആരാധന എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ക്ഷമ പ്രാപിച്ചതിന് ശേഷം, പാപക്ഷമ പ്രാപിച്ചതിന് ശേഷം, വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം, ആ ഉറപ്പ് നമുക്ക് ലഭിച്ചതിന് ശേഷമാണ് വിശുദ്ധനായ ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആരാധിപ്പാനായിട്ട് പറ്റും. ചുരുക്കം പറഞ്ഞ എങ്ങനെയാണ്? ഈ പാപമെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം, കൽപ്പനകൾ വായിച്ചു, അതിനനുസരിച്ച് നമ്മൾ വന്ന പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം, നമ്മൾ ഒരു വിശുദ്ധ സ്വഭാവത്തിലേക്ക് വന്നതിന് ശേഷം, വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം
ശുദ്ധ മനസ്സുള്ളവരായിട്ട് തീർന്നതിന് ശേഷം പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വിശുദ്ധ സംസർഗത്തിനാണ് വരുന്നത്. പിന്നെ ഇടയ്ക്കുള്ള പല ഭാഗങ്ങളുടെ വിശുദ്ധ സംസർഗത്തിനാണ് പോകുന്നത്, അല്ലേ? വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിലാണ് അത് നമ്മൾ സാധാരണ ആ ആരാധന എടുക്കുന്നത്, അല്ലെങ്കിൽ മാറ്റൻ സർവീസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വിശുദ്ധ സംസർഗം വരുമ്പോൾ അതിനകത്തൊരു ചില പദങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളും ഉപയോഗിക്കാത്ത പദങ്ങളും ഒന്ന് ഐദർ ഓറെന്നും പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ വസ്തുക്കൾ ആർക്കാണ്? വിശുദ്ധ വസ്തുക്കൾ ആർക്കാണ്? വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. ഓർത്തോണം, വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. നമ്മൾ ആരായി തീർന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ പാപമെല്ലാം ഏറ്റു പറഞ്ഞതിന് ശേഷം, കൽപ്പനകൾ നമ്മൾ ഓരോന്നോരോന്ന് എണ്ണി നോക്കി നമ്മളെ ശോധന ചെയ്തതിന് ശേഷം, വീഴ്ചകൾ ഏറ്റുപറഞ്ഞതിന് ശേഷം, പാപമോചനം എനിക്ക് ലഭിച്ചു എന്നുള്ള ഉറപ്പിന് ശേഷം എന്ത് ചെയ്യാണ്? വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിപ്പാൻ നമ്മൾ വരികയാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരു ശരീര രക്തങ്ങൾ, അല്ലേ? വിശുദ്ധ സാക്രമം, അല്ലേ? വിശുദ്ധ സംസർഗ ശുശ്രൂഷ, കർത്താവിൻ്റെ അത്താഴം, വിശുദ്ധ യൂക്കറിസ്റ്റ്, അതിന് പങ്കുള്ള നമ്മൾ എന്ത് ചെയ്യാണ്? വരികയാണ്. അത് ആർക്കുള്ളതാണ്? വിശുദ്ധർക്കുള്ളതാണ്, അല്ലേ? വിശുദ്ധർക്കുള്ളതാണ്. ആരാണ് വിശുദ്ധർ? ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ചവരാണ് ആര്? വിശുദ്ധർ എന്ന്. അവർക്കുള്ളതാണ് എന്ത്? അവർക്കുള്ളതാണ് വിശുദ്ധ വസ്തുക്കൾ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ എത്ര പേര് ഈ പാപം ഏറ്റു പറഞ്ഞു, അല്ലേ? എത്ര പേര് പാപം ഏറ്റു പറഞ്ഞു? കൈവെക്കാനൊന്നും പറയുന്നില്ല, നമ്മൾ സ്വയം മനസ്സിൽ ഓർത്താൽ മതി. കാരണം കൈവെക്കാൻ പറഞ്ഞാൽ ഭയങ്കരമായുള്ള ബുദ്ധിമുട്ട് എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അവിടെ ഉണ്ടാകും. കാരണം കുറച്ച് നാൾ മുമ്പ് ഒരു ഇപ്രകാരമുള്ള ശുശ്രൂഷയിൽ ഇന്ന് പാപം ഏറ്റു പറഞ്ഞവരെന്ന് കൈവെക്കാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 250ഓളം ആൾക്കാർ ആ ആരാധന ഉണ്ടായിരുന്നു. ഒരാൾ മാത്രം എന്ത് ചെയ്തു? കൈവെക്കി. ഒരാൾ മാത്രം കൈവെക്കി. ചോദിക്കട്ടെ, അന്ന് കമ്മണിയും കൈക്കൊള്ളാൻ യോഗ്യതയുള്ളത് ആർക്കാണ്? ഒറ്റ മനുഷ്യമാണ്. പക്ഷെ എന്ത് ചെയ്തു? 225 ആൾക്കാർ എന്ത് ചെയ്തു? ഇന്ന് കമ്മണി. അതുകൊണ്ടാണ് പറയുന്നത്, യാതൊരു വിചാരവുമില്ലാതെ എന്ത് ചെയ്യരുത്? വിശുദ്ധ മേശയിലേക്ക് വരരുത്. വെറുതെ എന്ത് ചെയ്യരുത്? വിശുദ്ധ മേശയിലേക്ക് വരണം. ഒരുവൻ തന്നെത്താൻ ശോധന ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? വിശുദ്ധ മേശയിലേക്ക് വരാവൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കറവന്മാർ, അല്ലേ? നമ്മുടെ അപ്പച്ചനമ്മച്ചിമാർ, നിങ്ങളുടെ അപ്പച്ചനമ്മച്ചിയല്ല, ഞങ്ങളുടെയൊക്കെ അപ്പച്ചനും അമ്മച്ചിയും അവരുടെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ അവർ ഈ കാര്യം വളരെ വളരെ തീക്ഷ്ണതയോടെ നോക്കിയിരുന്ന ആൾക്കാരാണ്. അവിടെ അന്നും മുറുക്കും വലിയൊക്കെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. മുറുക്കും വലിയ മുറുക്കും അത് അന്നത്തെ അവരുടെ വലിയൊരു രീതിയാണ്. പക്ഷേ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ച പോകണമെങ്കിൽ അവർ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ എന്ത് ചെയ്യും? മുറുക്കാമ്പതിക്ക് നല്ലല്ലേ വരിഞ്ഞ് മുറുക്കി കെട്ടി അടുത്ത് വെക്കും. പിന്നെ എന്ത് ചെയ്യത്തില്ല, അവർ മുറുക്കത്തില്ല. അവർ വിചാരിക്കുന്നത് അത് അവർ ഒന്നാമത് വിചാരിക്കുന്നത് അത് അവരുടെ വായ എന്ത് ചെയ്യും? വായ വളരെ കളർഫുള്ളാക്കും, അല്ലേ? അതൊരു മോശമാണ്. എന്ത് ചെയ്തിരുന്നു? വിശുദ്ധ വസ്തുക്കൾ സ്വീകരിക്കണമെങ്കിൽ അത് നല്ല ശുദ്ധമായ വായിൽ വേണം സ്വീകരിക്കാൻ എന്നവർക്ക് ഭയങ്കരമായ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? അവർ നല്ല ഒരുക്കി മുറുക്ക് കാരണം അവർ പലക്കെ എന്ത് ചെയ്തിരുന്നു? ഭയങ്കരമായ കറയൊക്കെ പിടിച്ച് മുറുക്കാൻ കറയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. 2 ദിവസം അവരെന്ത് ചെയ്യും? മനപ്പുറം കുത്തിയിരുന്ന് അങ്ങ് പല്ല് തേക്കും, അല്ലേ? പല്ല് തേച്ച് വെളുപ്പിച്ച് നല്ല അലക്കി വെളുപ്പിച്ച മുണ്ടാക്കി കൊടുത്ത് ഒരു കവണിയൊക്കെ ഇട്ട് എന്താണ് അവർ അമ്മച്ചിമാരും അപ്പച്ചന്മാരും വിശുദ്ധ സംസർഗത്തിൽ പോകുമായിരുന്നു. അവരെ കണ്ടാൽ അറിയാം അവരെന്തിനു പോകുന്നതാണ്? പള്ളിയിൽ വിശുദ്ധ സംസർഗം കൂടാൻ പോകുന്നവരാണ് എന്ന് അവരെ കണ്ടാൽ അറിയാമായിരുന്നു. അത് നമ്മുടെ പിതാക്കന്മാർക്കും അവരുടെ പിതാക്കന്മാർക്കും ഉണ്ടായിരുന്ന നല്ലൊരു ഗുണമായിരുന്നു, അല്ലേ? നമുക്കില്ലാതെ പോയതും ഏതാണ്? അതാണ് നമുക്കും എന്ത് ചെയ്തു? നമുക്കത് ഇല്ലാതെ പോയി. നമുക്കിപ്പം ആധുനിക രീതിയിലുള്ള ബ്രഷുണ്ട്, അല്ലേ? പല്ല് പേസ്റ്റുണ്ട്, മൗത്ത് വാഷുണ്ട്, എല്ലാം കൊണ്ട് ഇട്ടപ്പോൾ നമ്മൾ ഓർത്ത് നമ്മുടെ വായിക്കുന്നതാണ് വളരെ ശുദ്ധമാണ് ഓർത്ത്. പക്ഷേ അവർ അതങ്ങനെ ഇരിക്കുക മാത്രമല്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു, അല്ലേ? നമ്മളെന്ത് ചെയ്തില്ല? നമ്മൾ വായൊക്കെ മണം ഉണ്ടാകാതിരിക്കാൻ ചെയ്യും. പക്ഷേ പ്രാർത്ഥന മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു പോകും. ഒത്തിരി നല്ല ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു പക്ഷേ പറയുമായിരിക്കും അവർക്ക് അറിവില്ല, അവർക്ക് ബോധവുമില്ല, അല്ലേ? പക്ഷേ അറിവും ബോധമില്ലാത്തവർക്ക് ഒരു കാര്യം അറിവുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ എങ്ങനെ ചെല്ലണമെന്നും ദൈവപ്രസാദം എങ്ങനെ നേടണമെന്നും അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതനുസരിച്ച് പോയി. ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത് ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പോകണം, അല്ലേ? ചുരുക്കം പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു അറിവുണ്ടായി.
നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം അല്ലേ? നിങ്ങളതിനെ സമ്മതിക്കുന്നോ? നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് എന്തുണ്ടായിരിക്കണം? നമുക്കറിവുണ്ടായിരിക്കണം അല്ലേ? ആ അറിവാണ് നിങ്ങൾ ഈ ദിവസങ്ങൾക്ക് പഠിച്ചത് അല്ലേ? എങ്ങനെ പഠിച്ചു എന്നറിയത്തില്ല, പക്ഷേ അതാണ് നമ്മൾ പഠിച്ചത്. നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? ചോദ്യം, നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലേ? നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്, ദൈവമുണ്ടെന്ന് ആരും കൂടെ വിശ്വസിക്കുന്നു? ദൈവമുണ്ടെന്ന് ആരും കൂടെ വിശ്വസിക്കുന്നു? ദൈവമുണ്ടെന്ന് നിങ്ങൾ മാത്രമല്ല, ബിഷപ്പ് മാത്രമല്ല ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു, സാത്താനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവമുണ്ടെന്ന് വിശ്വസിക്കും. സാത്താനും വിശ്വസിക്കുന്നു ദൈവമുണ്ടെന്ന്. മാത്രമല്ല, ദൈവമെന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സാത്താൻ അത് ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പം ആർക്കാ വിശ്വാസം കൂടുതൽ? നമ്മൾ ഓർക്ക് സാത്താനാണ് കൂടുതൽ വിശ്വാസം അല്ലേ? പക്ഷെ സാത്താൻ്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും രണ്ടും രണ്ടാണ്. സാത്താൻ വിറയ്ക്കുന്നത് അവൻ്റെ അന്തകനാണ് അല്ലേ? അവൻ്റെ തല ചവിട്ടാൻ, അവനെ ഇല്ലായ്മ ചെയ്യാൻ ഉദയം ചെയ്തവനാണ് ദൈവപുത്രൻ. അതാണ് സാത്താൻ വിറയ്ക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നമ്മളുടെ വിശ്വാസം എന്താണ്? അവനാണ് നമ്മളെ രക്ഷിച്ചത് അല്ലേ? ഈ സാത്താനെ പെടുത്തി നമ്മളെ രക്ഷിച്ചവരാണ് ഈ ദൈവപുത്രനാണ്. ദൈവപുത്രനോട് ചേർന്ന് നിൽക്കുക. ധാരാളം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മളൊക്കെയും പഠിച്ചതാണ്. ഓക്കെ, കൽപ്പനകൾ നിങ്ങൾക്കറിയാം. വിശ്വാസ പ്രമാണം എത്രയുണ്ട്? 3. ഏതെല്ലാം? ഓക്കെ. സക്രമത്തിൽ എത്രയാണ്? ഏതെല്ലാം? ഓക്കെ. നമ്മൾ ഏത് പള്ളിക്കാരാണ്? CSI എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ. വേറെ 1-2 സഭകളിലെ പേര് പറഞ്ഞ്. CSI അല്ലാത്ത കാത്തലിക്, യാക്കോബ, ഇച്ചിരി ഉറക്കെ പറഞ്ഞു കേട്ടോ. അവരും കൂടെ കേട്ടോട്ടെ. മാർത്തോമ്മ, കാത്തലിക്, യാക്കോബ, മാർത്തോമ്മ എത്രയേ ഉള്ളോ? പെന്തക്കോസ്ത്. ഇന്ത്യയിൽ തന്നെ 2000-ൽ-അധികം സഭകളാണുള്ളത്. ആകമൊത്തം നിങ്ങൾക്ക് എന്തറിയാം? 2 സഭകൾ, ഒന്ന് CSI, ഒന്ന് കത്തോലിക് അല്ലേ? നമ്മൾ ആ സഭയെക്കുറിച്ചുള്ള അറിവൊക്കെ വളരെ പരിമിതമാണ് അല്ലേ? 2000 ചില്ലാൻ സഭകൾ ഇന്ത്യയിൽ ഉണ്ട്. ഇന്ത്യയിൽ മാത്രം. അപ്പോൾ ലോകത്തുള്ള സഭകളെ കുറിച്ച് പറയേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റ് സഭകളെക്കുറിച്ച് നമുക്ക് അറിയുന്നതിന് കുറഞ്ഞ പക്ഷം പേരെങ്കിലും അറിയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ. കത്തോലിക് ഉണ്ട്, മർത്താമുണ്ട്, യാക്കോബുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, പെന്തക്കോസ്ത് പള്ളികളുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള പള്ളികൾ എന്ന് പറഞ്ഞല്ലേ, ബാക്കി ധാരാളം പള്ളികൾ നമുക്കറിയാൻ സാധിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ സഭകളും നമ്മുടെ സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ കുറേ സഭകളുടെ പേര് പറഞ്ഞു. ആ സഭയും CSI സഭയും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ സഭയും തമ്മിലുള്ള വ്യത്യാസം. ഇല്ല, എന്നാ പറഞ്ഞേ? കേട്ടില്ല. ഇവിടെ പറഞ്ഞത് പറഞ്ഞ് വേറെ ഓരോരുത്തരും പറഞ്ഞേക്കില്ല. അവരാരും സമ്മതിക്കത്തില്ല കേട്ടോ. അതൊക്കെ പണ്ട് അല്ലടുത്ത് അവർ ദൂരെ കളഞ്ഞു. ഓക്കെ. പിന്നെ വേറെ വ്യത്യാസം പറഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ സഭകളുള്ള വ്യത്യാസം അറിയത്തില്ലാത്തതുകൊണ്ട് CSIക്കാർക്ക് മാത്രമുള്ള ആ കുഴപ്പം, മറ്റുള്ളവർക്ക് അത്രയും കുഴപ്പമില്ല. CSIക്കാർക്ക് എന്തറിയത്തില്ല? അവരുടെ സഭയെക്കുറിച്ച് അറിയത്തില്ല, മറ്റു സഭകളെക്കുറിച്ചും അറിയത്തില്ല. അപ്പോൾ CSIക്കാർക്കുള്ള പൊതുവെയുള്ളൊരു ചിന്ത എന്താണ്? എല്ലാം ഒന്നുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ? എല്ലാ സഭകളും ഒന്നുപോലെയാണെന്ന് വിചാരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പോയാൽ പോരെ അല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ വ്യത്യാസങ്ങളൊക്കെ വന്നത്? അങ്ങനെയായിരിക്കും. അതാണ് നമ്മൾ സഭകളെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞ പക്ഷേ നമ്മുടെ സഭയെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. ബാക്കിത്തെ സഭകളെ നമുക്ക് വിട്ടേക്കാം. എല്ലാ സഭകളും എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു? വിശുദ്ധ വേദവസ്തുവിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ സഭകളിലും എന്തുണ്ട്? എല്ലാ സഭകളിലും
നന്മകൾ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ബാക്കിയുള്ള കൂടുതൽ പ്രമാണങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പഠിക്കണം. എല്ലാ സഭകളിലും അവരെല്ലാം വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്തെല്ലാം എന്തുണ്ട്, നന്മകൾ ധാരാളം ഉണ്ട് എന്ന് വിചാരിക്കുക, മനസ്സിലാക്കുക, അത്രത്തോളം മതി. അത് കൂടുതൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഈ ഇത്തരണത്തിൽ പഠിക്കേണ്ടത്. പക്ഷേ എന്തായാലും ചോദ്യം ബാക്കി നിൽക്കുന്നു, നമ്മുടെ സഭയും മറ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം, ബാക്കി നിങ്ങൾ പിന്നീട് അതിനുവേണ്ടി എപ്പോഴെങ്കിലും പഠിക്കുമ്പോൾ അവസരം കിട്ടുമ്പോൾ മാത്രം പഠിച്ചാൽ മതിയാവും. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ സഭ ഉണ്ടായിട്ട് എത്ര വർഷമായി? CSI സഭ രൂപീകൃതമായിട്ട് ഇപ്പോൾ എത്ര വർഷം, അല്ലെങ്കിൽ ഏത് വർഷമാണ് രൂപീകൃതമായത്? 1947. ഓക്കെ, 1947 മുമ്പ് നമ്മുടെ സഭ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇപ്പോൾ രാവിലെ ആരാധനയ്ക്ക് കയറിയപ്പോൾ ഉള്ള കാര്യം അറിയത്തില്ല, പിന്നെ 47 മുമ്പുള്ള കാര്യം ചോദിച്ചാൽ തിരുമാനി ഇത്രയും ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ചോദിക്കില്ല. ഓക്കെ, വേറെ രീതി ആച്ചാലും ചോദിക്കും. CSI സഭ രൂപീകൃതമായത് 47-ലാണ്, 1947 പറഞ്ഞു. ഏതെല്ലാം സഭകൾ കൂടിയാണ് ഈ സഭയുണ്ടായത്? വേറെ രീതി ചോദിക്കും. CSI സഭ രൂപീകൃതമായത് ഏതെല്ലാം സഭകൾ ഒരുമിച്ചാണ്? ഓക്കെ, നിങ്ങളെന്ന് പറഞ്ഞ് ഇവർ കുറച്ച് ഉത്തരമൊക്കെ പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്, നിങ്ങളും അന്തരം എത്തിയെന്ന് നോക്കിയേ, എന്ന് പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞാൽ മതി. ഏതെല്ലാം സഭകൾ ചേർന്നാണ് CSI രൂപീകൃതമായത്? അറിയാമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ തന്നെ പറയാം, ഇല്ലേ എന്ത് ചെയ്യും, സമയം 5 മണിക്കൂർ കഴിഞ്ഞു പോകും അല്ലേ? ഇവിടെ നിങ്ങൾ കുട്ടികൾ പറഞ്ഞ പോലെ, ഒന്ന് ആംഗ്ലിക്കൻ, മറ്റൊന്ന് പ്രസ്ബിറ്റീരിയൻ, മറ്റൊന്ന് കോൺഗ്രിഗേഷൻ, മറ്റൊന്ന് മെത്തഡിസ്റ്റ്. ഈ 3 സഭാ പാരമ്പര്യങ്ങളാണ്. ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റീരിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ്. ഈ 3 സഭാ പാരമ്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ പാരമ്പര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് എന്ത് ചെയ്തത്, CSI എന്ന ഐക്യസഭ ഉണ്ടായത്. എന്നാ സഭയാ? ഐക്യസഭ. CSI എന്നാ സഭയാ? ഐക്യസഭ. എന്നാ സഭയാ? ഐക്യസഭ. CSI എന്നാ സഭയാ? ഐക്യസഭ. മറന്നു പോകരുത്, CSI ഒരു ഐക്യസഭയാണ്. ഓക്കെ, അങ്ങനെയാണ് ചോദ്യം. അടുത്ത ചോദ്യം, അങ്ങനെയാണ് കാത്തലിക് ചർച്ച്, റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ ഐക്യസഭയാണോ അല്ലയോ? ഞാനിപ്പോൾ പറഞ്ഞ ഡെഫിനേഷനിൽ പറയുമ്പോൾ സീറോ മലബാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെല്ലാം കാണും? സീറോ മലബാർ ആൾക്കാരാണ്. സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെല്ലാം കാണും? സിറിയൻ ഓർത്തഡോക്സിൽപ്പെട്ട ആൾക്കാർ മാത്രമേ കാണും. മാർത്തോമാ സിറിയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ അതെല്ലാം ആൾക്കാർ കാണും, അതിനകത്ത് മാർത്തോമാ സുറിയാനികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ കാണൂ. ഓക്കെ, കനാനൈറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ കൽദായ സഭ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെല്ലാം കാണും? കൽദായർ മാത്രമേ അതിനകത്ത് കാണും, ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ മാത്രമേ. പക്ഷേ CSIയിലോ? നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു? CSIയിൽ ഏതെല്ലാം ആൾക്കാർ കാണും? ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആൾക്കാരും എവിടെയുണ്ട്? CSIയിലുണ്ട്. മറന്നു പോകരുത്. ഞാനിപ്പോൾ പേര് പറഞ്ഞാൽ അതിലപ്പുറവുമായിട്ടുള്ള എല്ലാ സഭകളിലുള്ള പാരമ്പര്യങ്ങളിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ മുഴുവനും എവിടെയുണ്ട്? CSIയിലുണ്ട്. അപ്പോൾ CSI എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു സഭയാണ്. അതാണ് ഐക്യസഭ എന്ന് പറയുന്നത്. ഈ ആൾക്കാരെല്ലാം ഒരുമിച്ച് ചേർന്നാണ് അല്ലേ? ഓക്കെ, ഒന്നുകൂടെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും? നമ്മുടെ രീതി ഏതാണ്? ഈസ്റ്റ് കേരള മഹാടയിൽ ഏത് പാരമ്പര്യമാണ് ഉള്ളത്? ആംഗ്ലിക്കൻ അല്ലേ? ആംഗ്ലിക്കൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു പറഞ്ഞാൽ മതി. ആംഗ്ലിക്കൻ എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷണറി വിങ് ആയിരുന്നു ഏത്? CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് അല്ലെ CMS ആണ് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് എന്ത് ചെയ്തത്? സുവിശേഷ പ്രവർത്തനങ്ങൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചെയ്തത്. കേരളത്തിൻ്റെ മധ്യഭാഗത്ത് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്തത് ഈ CMS മിഷണർമാരായിരുന്നു, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷണർമാരായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തും CMS മിഷണർ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ മധ്യഭാഗം. ഓക്കെ, അത് അവിടെയാണ്. ആംഗ്ലിക്കൻ ചർച്ചിലാണ്. അത് എപ്പിസ്കോപ്പൽ പാരമ്പര്യമാണ് അല്ലേ? എപ്പിസ്കോപ്പ പറഞ്ഞാരാ? ബിഷപ്പുമാരുണ്ടായിരുന്ന സമയമാണ് ഏത്? ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ഇവിടെ ആരാധനയും പ്രാർത്ഥനയൊക്കെ ചെയ്തപ്പോൾ അവർ ആ പാരമ്പര്യത്തിലാണ് വന്നത് അല്ലേ?
അവിടെ ഉപദേശിയുണ്ട്, അച്ഛനുണ്ട്, ബിഷപ്പുണ്ട്, ആ കാര്യങ്ങളെല്ലാം അവർക്കുണ്ടാകും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പ്രസ്ബിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രസ്ബിറ്റേറിയൻ എന്ന് പറയുന്നത് അവിടെ ബിഷപ്പ് ഇല്ല, ആ പള്ളിക്ക് ബിഷപ്പ് ഇല്ല, പക്ഷേ അച്ഛന്മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡിനറി ആൾക്കാരുണ്ട്, അച്ഛന്മാർ ഉണ്ട്, പക്ഷേ ബിഷപ്പ് അവിടെയില്ല. ആ പാരമ്പര്യത്തിലുള്ള ആൾക്കാരായിരുന്നു ഏത്? പ്രസ്ബിറ്റേറിയൻ എന്ന് പറയുന്ന പാരമ്പര്യത്തിലുള്ള ആൾക്കാർ. കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യത്തിൽ ബിഷപ്പുമില്ല, അച്ഛനുമില്ല. കോൺഗ്രിഗേഷനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 3 പാരമ്പര്യങ്ങൾ, പിന്നെ മെത്തഡിസ്റ്റ്, ആ 4 പാരമ്പര്യങ്ങളുടെ ഒന്നായി ചേർന്നിട്ട് ചരിത്രപരമായ എപ്പിസ്കോപ്പസി അവരെന്ത് ചെയ്യുന്നു? സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ ബിഷപ്പന്മാരുള്ള പള്ളികളും ഇല്ലാത്ത പള്ളികളും എല്ലാം എന്തായി തീർന്നത്? ബിഷപ്പന്മാരും അച്ഛന്മാരുമുള്ള പള്ളിയായി നമ്മുടെ CSI സഭ എന്ന് പറയുന്ന ഒരു എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് മാറി. ഏതാണ്ട് ഒരു പുക പോലെ ഐഡിയ കിട്ടിയോ? ഓക്കെ. നിങ്ങൾക്കൊരു പക്ഷേ അത് അങ്ങനെ പ്രയോജനം ചെയ്യണം എന്നില്ലായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ സഭയെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ CSI സഭയായി. ഇതുപോലെയുള്ള സഭ ഐക്യ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റും ഉണ്ട്. CSI സഭ രൂപീകരണമാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഒരു ഐക്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിന് SIUC എന്നാണ് പറയുന്നത്, സൗത്ത് ഇന്ത്യൻ യൂണിയൻ ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. ഇപ്പോഴും അതുണ്ട്, സഭയായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ സമാനമായ ഒരു ഐക്യ സഭയുണ്ട്. അതെന്താണ്? CNI സഭയാണുള്ളത്. അത് 1970 അത് രൂപീകൃതമായത്. അത് വടക്കേന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളും അതിൻ്റെ കീഴിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ സഭ വ്യത്യസ്തമായിരിക്കുന്നത് അതിൻ്റെ ഐക്യത്തിലാണ്. വ്യത്യസ്തമായ സഭാ പാരമ്പര്യങ്ങൾ ഒന്നുചേർന്നാണ് നമ്മുടെ CSI സഭ ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ള സഭകളെല്ലാം അതിൽ തന്നെ ഒറ്റ സഭകളാണ്. അതിൽ കൂടാതെ തന്നെ സഭ ഐക്യ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അത് നമ്മൾ പൊതു അറിവിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത്. കൽപ്പനകൾ വായിക്കുമ്പോൾ കൽപ്പനകൾ വായിച്ച കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പാപം ഏറ്റു പറയണതാണ്, അല്ലേ? ഓക്കെ. കൽപ്പനയ്ക്കകത്തൊരു കൽപ്പനയാണ് എൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക, അല്ലേ? ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണെന്ന് വിചാരിച്ചു. നാളെയാണ് ഞായറാഴ്ച വിചാരിച്ചു. രാവിലെ ഓറാൻ നേരത്തെ വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ പാട്ട് പാടാനുള്ള ധൃതിക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് പോകുന്നു എന്ന് വിചാരിച്ചു. അവർ പറഞ്ഞ് കേട്ടില്ല എന്ന് വിചാരിച്ചു, കിടന്നറെ അനുസരിച്ചില്ല എന്ന് വിചാരിച്ചു. അതേതെങ്കിലും കൽപ്പനകളുടെ ലംഘനമായിരിക്കുമോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ, അല്ലേ? ഓക്കെ. അതേതെങ്കിലും കൽപ്പനയുടെ ലംഘനമായിരിക്കുമോ? ഏത് കൽപ്പനയായിരിക്കും? കേട്ടില്ല. നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അല്ലേ? അപ്പനും അമ്മയും പറഞ്ഞത് കേൾക്കണമല്ലേ? ശ്രദ്ധിക്കണം, അനുസരിക്കണം, അല്ലേ? അതനുസരിക്കാതെയാണ് എന്ത് ചെയ്തത്? നിങ്ങളെന്ത് ചെയ്ത്? രാവിലെ പാട്ട് പാടാനുള്ള ധൃതിക്ക് എന്ത് ചെയ്ത്? ആരാധനയ്ക്ക് പോകുന്നു. പാട്ട് പാടാനുള്ള ധൃതിക്ക് എന്ത് ചെയ്ത്? പാട്ട് പാടാൻ ഇവിടെ വന്നത് നിങ്ങളല്ല കേട്ടോ, ഇവരുടെ കാര്യമാണ് വന്നത്, അല്ലേ? ഇവിടെ വന്നപ്പോൾ ആ കൽപ്പന വായിക്കുന്നു. എന്താ കൽപ്പന വായിച്ചേ? എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അന്നേരമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്ത്? അയ്യോ, അപ്പച്ചൻ ബാജി കേട്ടില്ലല്ലോ, കർത്താവേ ക്ഷമിക്കുക, മാപ്പാക്കണേ. നമ്മളെന്ത് ചെയ്യുന്നു? അന്നേരം തന്നെ വീട്ടിൽ പോയി മാപ്പ് പറയാനുള്ള സമയമില്ല. ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കാം, ദൈവമേ ചെയ്ത് തെറ്റപ്പം ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഞാൻ അതങ്ങനെ ചെയ്തു. കൽപ്പന കേട്ടപ്പം അതിൽ വന്ന ലംഘനം ഞാൻ എന്ത് ചെയ്തു? ഞാൻ മനസ്സിലാക്കി. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അപ്പം തന്നെ പാപമായിട്ട് പറയാം, അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണുണ്ടോ? ഫോണുള്ളവരൊന്ന് കൈവയ്ക്കുക. സ്വന്തമായിട്ട് ഫോണുള്ളവരെ, മൊബൈൽ ഫോൺ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഫോണുള്ളത് കൈവയ്ക്കുക. ഓക്കെ. മോന് ഫോണില്ല? ഓക്കെ. ഫോണുള്ളവർ നമുക്കിത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഫോണില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? ഫോൺ വേണം. കാരണം കോവിഡ് കാലമാണ്. നമ്മൾ എന്ത് ചെയ്ത് എല്ലാവർക്കും ഫോൺ കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു, അല്ലേ? ഫോൺ തൊട്ടുപോയൊക്കെ നടി കൊടുത്ത കാരണന്മാർ എന്ത് ചെയ്യേണ്ടി വന്നു? ഇന്ന മക്കളെ ഈ ഫോണൊന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായി, അല്ലേ? അതൊക്കെ എല്ലാം നല്ലതിന് തന്നെ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഫോൺ ചുമ്മാ ഉപയോഗിക്കാൻ പറ്റുമോ? അത് കുറേ കഴിയുമ്പോൾ ഇതിന് ചാർജ് തീർന്നു, അല്ലേ? എൻ്റെ പൈസ തീർന്നു, അല്ലേ? അപ്പോൾ ഇതിന് റീചാർജ് ചെയ്യണം, പൈസ കൊടുത്ത് നമ്മൾ കിടണം, അല്ലേ? ഒരു 5-6 പ്രാവശ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് അപ്പപ്പായുടെ മമ്മിയോട് എന്ത് ചെയ്യുന്നത്? ഇനി ചാർജ് ചെയ്യണം. ഉടനെ ചോദിക്കും, ഇനി മാത്രം വിളി തന്നെ, ഇനി പറഞ്ഞ് ചാറ്റ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല, അല്ലേ? ആദ്യമൊക്കെ നമ്മൾ കുറേയൊക്കെ പറയും, പിന്നെ ഉത്തരവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങനെ എങ്ങനെ ചാർജ് ചെയ്യുന്ന ഓർത്തിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വീട്ടിൽ ചെന്ന് നോക്കിയപ്പം, അല്ലേ, പപ്പായുടെ ഷർട്ട് അവിടെ വെരിയിട്ടിരിക്കുകയാണ്. നോക്കിയാൽ പേഴ്സ് എൻ്റെ അത് കിടപ്പുണ്ട്, അല്ലേ? പയ്യെ പേഴ്സൊക്കെ തറുത്ത് ഒരു 100 രൂപ എടുത്തു അവിടെ തന്നെ വെച്ചിട്ട്. ഇവിടെ വന്ന് കൽപ്പന കേട്ടപ്പോഴാണത് എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത് കേട്ടോ.
ഉടനെ നമ്മൾ മോഷണമായിപ്പോയി, കർത്താവെ ക്ഷമിക്കണം, ഇനി മേലാൽ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പറയരുത്. കൽപ്പന കേട്ടു, കൽപ്പനയുടെ ലംഘനം വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അന്നേരം തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് ഏറ്റുപറയും. അതാണ് ഈ കൽപ്പന വായിക്കുമ്പോൾ പാപം ഏറ്റുപറയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കൽപ്പനകൾ വായിക്കപ്പെടുമ്പോൾ 10 കൽപ്പനകളും ലംഘിക്കുന്ന ആൾക്കാരൊന്നും കാണത്തില്ല. പക്ഷേ അതിലൊന്നോ രണ്ടോ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ലംഘിക്കപ്പെട്ടേക്കാം. അത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുകയും വന്നുപോയ ലംഘനങ്ങളെ എന്ത് ചെയ്യണം? ഏറ്റുപറയുകയും ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? കൽപ്പന വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഓർക്കണം, ശ്രദ്ധിക്കണം. വീഴ്ച വന്നിട്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ക്ഷമിക്കണം, അല്ലേ? മോഹിക്കരുതെന്നൊരു കൽപ്പനയുണ്ട്, അല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ടോ? ആ മോഹം എന്ത് ചെയ്യും? നമ്മുടെ പാപത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. മോഹത്തെക്കുറിച്ച് അതിൻ്റെ ധാരാളം കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. ഇവിടെ ഒന്ന് കൽപ്പന വായിച്ച് കേട്ടപ്പോഴാണ് അയ്യോ എന്തുമാത്രം മോഹങ്ങളായിട്ടായിരിക്കും, അല്ലേ? കർത്താവേ അടിയനോട് പാപ്പാക്കണം, ഓ എന്നിൽ വന്ന എല്ലാ മോഹങ്ങളും എന്ത് ചെയ്യണം? അങ്ങ് ക്ഷമിക്കണമെന്ന് പറയും. കൽപ്പന വായിച്ചു, എന്ത് ചെയ്തു? നമ്മളത് ഏറ്റുപറയും. കൽപ്പന വായിച്ചു, ഏറ്റുപറയും. കള്ളസാക്ഷ്യം പറയരുത്, അല്ലേ? മറ്റുള്ളവരെ കുറിച്ച് ഇല്ലായ്മ എന്ത് ചെയ്യരുത്? പറയരുത്. അതിൻ്റെ അത് പറയരുത്, എഴുതരുതെന്ന് പറയുന്നത് ശരിയാണ്, അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ എഴുതുന്നത് എവിടെയാണ്? മൊബൈൽ, അല്ലേ? മൊബൈൽ എഴുതാനുണ്ട്. ഇപ്പോൾ നമ്മളത് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത് ഇത് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, അതെന്ത് ചെയ്യും? അവത്തെ ഇങ്ങനെ എഴുത്തായിട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അത്രയും അഡ്വാൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ എഴുതി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മെനക്കെടേണ്ട കാര്യമില്ല. ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? രാവിലെ തൊട്ട് അങ്ങനെ പറയുക, പ്രചരിപ്പിക്കുക. കള്ളസാക്ഷ്യം പറയും, ഉള്ളതും ഇല്ലാത്തതും എന്ത് ചെയ്യുക? പറയുക, മറ്റുള്ളവരെ കുറിച്ച് പറയുക. ഇവിടെ വന്ന് കൽപ്പന കേട്ടപ്പോഴാണ് ഓർത്തെ, അയ്യോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല, അതല്ലേ? നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ഫോർവേഡ്, എല്ലാം ഫോർവേഡ്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും അറിയാം. എല്ലാം എന്ത് ചെയ്യുന്നു? കൊള്ളാമെന്നും കൊള്ളാത്തതെല്ലാം എന്ത് ചെയ്യുന്നു? ഫോർവേഡ് ചെയ്യുക, അങ്ങ് പരസ്യമാക്കുകയാണ്. അതെന്താണെന്ന് കണ്ടന്റ് നോക്കാൻ പോലും നമുക്ക് നേരമില്ല. ഉള്ളതും ഇല്ലാത്തതെല്ലാം എന്ത് ചെയ്യുക? പറയാം, കള്ളസാക്ഷ്യം പറയാതെ. സത്യങ്ങളും അർത്ഥസത്യങ്ങളും എന്ത് ചെയ്യുന്നു? വിളിച്ചു പറയും. അർത്ഥസത്യങ്ങളും സത്യമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? പറയുക. തോന്നിക്കത്തെ രീതിയിൽ എന്ത് ചെയ്യുക? പ്രചരിപ്പിക്കുക. അതെല്ലാം ഏത് തന്നെയാണ്? കള്ളസാക്ഷ്യം പറയുന്നത് തുല്യമാണ്. ഇവിടെ വന്നപ്പോഴാണ് ഓർത്ത്, എന്ത്? കൽപ്പന വായിച്ചപ്പോഴാണ് ഓർത്ത്, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഇനി മേലാൽ എന്ത് ചെയ്യത്തില്ല, ഞാൻ അപ്രകാരണ കാര്യം ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പാപം ഏറ്റുപറച്ചിൽ പൂർണ്ണമാണ്. ഇപ്പം കൽപ്പനയും പാപം ഏറ്റുപറച്ചിലുമായിട്ടുള്ള അതിൻ്റെ ബന്ധം മനസ്സിലായല്ലോ? ഇനി കുറച്ചുകൂടെ അതിനെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ യേശു കൽപ്പന വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് വായിച്ചു നോക്കിയാൽ മതി. യേശു കൽപ്പന എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അല്ലേ? കൽപ്പന എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നാമത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, അല്ലേ? പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ അത് വീണ്ടും പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും വിശുദ്ധ മത്തായി എഴുതിയ ശേഷം 5-ാം 6-ാം 7-ാം അധ്യായങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പർവ്വത പ്രസംഗവും അത് കൂട്ടി നമ്മൾ വായിക്കുമ്പോൾ ഈ 10 കൽപ്പനകളുടെ വ്യാഖ്യാനമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? യേശു അവിടെ പറഞ്ഞത് എന്ന് കാണുവാൻ സാധിക്കും. കുറച്ചുകൂടെ പറഞ്ഞാൽ പിതാവായ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്കോട് പറഞ്ഞ കൽപ്പനകൾ പുത്രനായ ദൈവം എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അക്ഷരത്തിൽ എഴുതിയ, കല്ലിൽ എഴുതിയ കൽപ്പനകൾ അത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന പുത്രനായ ദൈവത്തെ നമുക്ക് കാണാം. കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കൽപ്പനകളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറേ കൂടെ എനിക്ക് വിശദമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്തോളുക? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ പർവ്വത പ്രസംഗം എന്ത് ചെയ്തോളുക? വായിച്ചോളുക. അത് കൽപ്പനകളുടെ എന്താണ്? കൽപ്പനകളുടെ വ്യാഖ്യാനമാണ്. മറ്റ് അനേക ഭാഗങ്ങൾ നമുക്ക് കാണാമെങ്കിലും വളരെ കൃത്യമായിട്ട് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രമാണ് ഇതിൻ്റെ ആഴം, ഇതിൻ്റെ പരപ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. പുറപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായം തൊട്ട് 20-ാം അധ്യായം കൽപ്പന കൊടുത്ത് കൽപ്പനയ്ക്ക് ശേഷം കൽപ്പന എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്, പ്രായോഗികമാക്കേണ്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മോശയോട് എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അത് 34-35 അധ്യായങ്ങൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ കാണാം എങ്ങനെയാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലേ? ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആ എത്തിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളെ വെല്ലാൻ ഒരു ആളും എന്ത് ചെയ്യത്തില്ല ഭൂമിയിൽ ഉണ്ടാകും. നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ദർശനത്തെ, നിങ്ങളുടെ സ്റ്റെപ്പിനെ, നിങ്ങളുടെ നിലയെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. കാരണം എന്താണ്? വളരെ വളരെ നീതിബോധത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൽപ്പനകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ക്രിസ്ത്യാനിയും ഓരോ CSIക്കാരനും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അതിൽ ബേസ് ചെയ്ത് നിങ്ങൾ ജീവിതം കെട്ടുപണി ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ ജയിപ്പാൻ ആർക്കും സാധ്യമല്ല.
അത് നിങ്ങൾ ഓർത്ത് കൊള്ളുക. അതിൻ്റെ അകത്തൊരു 1-2 ഉദാഹരണം ഞാൻ പറയാം. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്ധൻ്റെ, കാഴ്ചയില്ലാത്തതിൻ്റെ മുമ്പിൽ കുഴി കുഴിക്കൽ. ശ്രദ്ധിക്കണം. കൽപ്പനയൊക്കെ വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്തുള്ളതാണ്. കണ്ണറിയാൻ പാടില്ലാത്തതിന് മുമ്പിൽ എന്ത് ചെയ്യരുത്? കണ്ണറിയാവുന്ന നീ എന്ത് ചെയ്യരുത്? കുഴി കുഴിച്ച് വെക്കരുത്. അവന് കണ്ണറിയത്തില്ല, അവൻ ചെന്ന് എന്ത് ചെയ്യും? ആ കുഴിക്കകത്ത് ചാടും, അല്ലേ? അങ്ങനെ ചെയ്യരുതെന്നവർ. പിന്നെ ചെവി കേൾക്കാത്തവനെ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. നിങ്ങളുടെ ശാപം അവനെന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. ചെവി കേൾക്കാത്തവനെ ശപിക്കരുത്. നിന്റെ ശത്രുവിൻ്റെ കഴുത ചുമടിന് കീഴെ കിടന്ന് ഞെരുങ്ങുവാണെങ്കിൽ, എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ ശത്രുവിൻ്റെ ആണ്, പക്ഷേ ആ മൃഗത്തിനെ നീ നോക്കണം, അതിനോട് കരുണയുണ്ടാ എന്ത് ചെയ്യണം? ശത്രുവിൻ്റെ കഴുതയാണെങ്കിലും അതിനെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അതിനെ സഹായിക്കും. ലോകത്തിൽ ഇത്രയും ശ്രേഷ്ഠമേറിയ എത്തിക്സ്, പ്രമാണങ്ങൾ എവിടെയാണുള്ളത്? അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത്, കൽപ്പനകൾ എഴുതി കിട്ടിയ ഒരേ ഒരു ജാതി, ശ്രേഷ്ഠ ജാതി, സ്വന്തം കൽപ്പനകൾ ന്യായപ്രമാണമുള്ള ഒരേ ഒരു ജാതി ഭൂമിയിൽ, അത് ഇസ്രായേലാണ്. വേദോസ്തത്തിൽ അനേക സാക്ഷ്യങ്ങളെ കുറിച്ച് പറയാം. അവർക്ക് ഇതാണ്, അത് എഴുതി കൊടുത്തിരിക്കുക. അതിനാണ് നമ്മുടെ പ്രമാണങ്ങൾ, അല്ലേ? അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇസ്രായേൽ മക്കൾ ആരാധിച്ച ആ ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ആണെന്നുള്ളവർക്ക് കൈപ്പൊക്കാം. ചോദ്യം എന്നിട്ട് പറയാം. ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ഓക്കെ, കൈതാത്തിട്ടു. അതത്ര ക്ലിയർ അല്ല എന്നുള്ളൊരു നിയോഗിക്കേ, എനിക്ക് അത്രയും ഒരു വ്യക്തത പോരാ എന്നുള്ളത് നിയോഗിക്കേ. ഓക്കെ, എല്ലാവർക്കും വ്യക്തത ഉണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ പറഞ്ഞു ശരിയാണ്. അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യഹോവയാകുന്ന ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത് യേശുവിലൂടെ. അങ്ങനെ യേശുവിലൂടെ, ക്രിസ്തുവിലൂടെയാണ് ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് ചെല്ലാനുള്ള വഴി. അതാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എങ്ങോട്ടുള്ള വഴിയാ? പിതാവിൻ്റെ അടുത്തേക്കുള്ള വഴി, ജീവനിലേക്ക് വഴി, ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള വഴി, വിശുദ്ധൻ്റെ അടുത്തേക്കുള്ള വഴി. അതാരിലൂടെ മാത്രം? യേശുവിലൂടെ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, യേശു മൂലം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെല്ലാം ആരിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്? യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും, യേശു മൂലം അപേക്ഷിക്കുന്നു. കേൾക്കണം, അല്ലേ? യേശുവിലൂടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഈ അതിവിശുദ്ധിയിൽ വസിക്കുന്ന ദൈവസന്നിധി നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. യേശുവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ വിശുദ്ധീകരിക്കും. നമ്മൾ അല്പം ഒരാഴ്ച മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ധ്യാനിച്ചതാണ്. കുരിശ് തിരുമൊഴി ധ്യാനങ്ങളെ ധ്യാനിച്ചതാണ്, അല്ലേ? കഷ്ടാനുഭവം നമ്മൾ ധ്യാനിച്ചതാണ്. ആ യാഗമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ വിശുദ്ധരാക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് വിശുദ്ധി ഉണ്ടാകുന്നു, അല്ലേ? വിശുദ്ധരായി തീരുന്നു, നമ്മളെ രക്ഷിക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം എന്ത് ചെയ്യും? നമ്മളെ രക്ഷിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, യേശു നിങ്ങളുടെ രക്ഷകനാണോ എന്ന് ചോദ്യം, അല്ലേ? യേശു നമ്മളെ രക്ഷിക്കുന്നു. എങ്ങനെ? നമ്മൾ ശരിക്കും നമ്മുടെ പാപ സ്വഭാവം വെച്ച് നമ്മൾ മരിക്കേണ്ടവരായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? നാം മരിക്കേണ്ടതിന് പകരം യേശു എന്ത് ചെയ്തു? മരിച്ചു. നാം യാഗമായി തീരുന്നതിന് പകരം യേശു എന്ത് ചെയ്തു? യാഗമായി തീർന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് വിശുദ്ധീകരണം കിട്ടി ഈ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ സാധിക്കും. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചതെന്ന് കേൾപ്പിക്കുക. ഓക്കെ, ഇന്ന് ഇവിടെ വന്നതിന് ശേഷമല്ല, പള്ളിയിൽ വരുന്നതിന് മുമ്പ് കേതാത്തിട്ടു. ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന് കേൾപ്പിക്കുക. ഓക്കെ, ഇന്നലെ വേദോസം വായിച്ചിരുന്ന് കേൾപ്പിക്കുക. ഇന്നലെ വേദോസം വായിച്ചത്, മിനിഞ്ഞാന്ന് വേദോസം വായിച്ചിരുന്ന് കേൾപ്പിക്കുക. മിനിഞ്ഞാന്ന് വേദോസം വായിച്ചത്. പേരൻസ് കാണുന്നുണ്ടല്ലോ, അല്ലേ? കൈപൊക്കുന്നു. നമ്മുടെ തന്നെ മക്കളാണോ? കൈപൊക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കോണം, കേട്ടോ. ഓക്കെ, ഇന്നലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന കേൾപ്പിക്കും. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വീട്ടിലെ പപ്പായും മമ്മിയും ചാച്ചനും അമ്മച്ചിയും എല്ലാവരും കൂടെ ചേർന്നുള്ള പ്രാർത്ഥന, അതാണ് കുടുംബ പ്രാർത്ഥന. ഓക്കെ, ഏതാതില്ല. മിനിഞ്ഞാന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന കേൾപ്പിക്കും. മിനിഞ്ഞാന്ന് ഏതാതില്ല. ഇന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്, ഇന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് കൈവഹിക്കും. ഓക്കെ, ഏതാ? ഓക്കെ, നിങ്ങളുടെ പപ്പായോ മമ്മിയോ അപ്പച്ചനോ അമ്മച്ചിയോ
വേദോസം വായിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളവർ പയ്യൊന്ന് കൈവെക്കാം. മുകളിലോട്ട് പൊക്കരുത്, താഴെ ഇരിക്കുന്നവർ കാണാം. ഓക്കെ ഓക്കെ. അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളൊരു കൈ അതും പയ്യെ പയ്ക്കും. കണ്ടിട്ടില്ല ഉള്ള സത്യം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പറയുള്ളൂ അല്ലേ? സത്യമേവ ജയതേ അല്ലേ? സത്യമേ ജയിക്കുള്ളൂ അല്ലേ? പപ്പായും മമ്മിയും അങ്ങനെ വേദോസം വായിക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ള കൈ ഇങ്ങനെ ഒന്ന് പൊക്കിയാൽ ഇങ്ങനെ പിടിച്ചാലും മതി. പറയാമല്ലോ നിങ്ങൾ, കാരണം എന്താ, ഇത് കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണം, വീട്ടിൽ പോകണം. ഓക്കെ. നിങ്ങൾ ഇന്ന് എന്തെല്ലാം അവിടെ എടുക്കുന്നതെന്ന് അറിയാം. നിങ്ങൾ സ്വയമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന കാര്യം എന്താണെന്നറിയാം, ഉറപ്പിക്കുന്നത്. കൺഫേം എന്ന് ചെയ്യുന്ന ഉറപ്പിക്കുക അല്ലേ? എന്താണ് നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് പോകാൻ, ഉറച്ചുകൊണ്ട് പോകുന്നത് എന്താണ്? ചുരുക്കി പറയാമോ? എന്തായിരിക്കും? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ മക്കളിൽ പലരും എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് രാവിലെ വേദോസം വായിച്ചവരല്ല, ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചവരുമല്ല. ഇന്നലെ പ്രാർത്ഥിക്കാത്തവരുണ്ട്, ഇന്നലെ വേദോസം വായിക്കാത്തവരുണ്ട്, മിനിഞ്ഞാന്ന് വേദോസം വായിക്കാത്തവരുണ്ട്, 4-ാം നാൾ വേദോസം വായിക്കാത്തവരുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തവരുണ്ട്. ഉത്തരവാദികൾ ആരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു പോവുക. നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ചുമതല ആർക്കുണ്ടായിരുന്നു? അവൻ പ്രാർത്ഥിച്ചോ, അവൾ പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ടായിരുന്നു? ഒന്നാമത് മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്നു. ആ കാര്യം അന്വേഷിക്കാനുള്ള ചുമതല രണ്ടാമത് മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്നു. ഓക്കെ. അന്ന് നിങ്ങൾ കുഞ്ഞുനാളിൽ 14 വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് സ്നാനപ്പെട്ടതിന് ശേഷം ഇവിടെ വന്നു, ഇവിടെ കൊണ്ടുവന്ന് ആ കർത്തൃമേശ കൊണ്ടുവന്ന് നിങ്ങളെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളെ എന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസിന് തിരിച്ചു തന്നിട്ട് അപ്പോൾ അവർ നിങ്ങളെ കൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവർ നിൽക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? ഞാൻ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്നൊരു 10 രൂപ സ്വത്രാഴ്ച ഇട്ടു, നമ്മൾ പിന്നെ അത് എടുത്തുകൊണ്ട് പോകുമോ? തിരിച്ചെടുത്തുകൊണ്ട് പോവോ? ഇല്ല. അതിനാ അത് പള്ളിയിൽ സമർപ്പിച്ചതല്ലേ? ഓക്കെ. നമ്മളൊരു കുപ്പി പാൽ ഇവിടെ സമർപ്പിച്ച് നോക്കിക്കുക. സാധാരണ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പള്ളിയിലേക്ക് വരുന്നത് ഒരു കുപ്പി പാൽ. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, ഞാൻ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ ലേലം വിളിച്ച് എന്ത് ചെയ്യുക, നടപടി അനുസരിച്ച് കൊണ്ടുപോകാം അല്ലേ? അല്ല നമുക്ക് കൊണ്ടുപോകത്തില്ല. ഓക്കെ. ഒരു കോഴിയെ നമ്മളിവിടെ സമർപ്പിച്ചെന്ന് വിചാരിക്കുക, പള്ളി കൊടുത്തു. നമ്മൾ പള്ളി കഴിയുമ്പോൾ അതിനെ അഴിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അത് പള്ളി കൊടുത്തതാണ്, ദൈവത്തിന് സമർപ്പിച്ചതാണ്. അതിനെ അത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഈക്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് കൊണ്ടാൻ പറ്റൂ അല്ലേ? ദൈവത്തിന് സമർപ്പിച്ചാൽ അത് ദൈവാലയത്തിലുള്ളതല്ലേ? ഓക്കെ. ഒരു പശുക്കിടാവിനെയോ മൂരിക്കിടാവിനെയോ ആട്ടുകുഞ്ഞിനെയോ നമ്മളിവിടെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ കൊടുത്തു എന്ന് വിചാരിച്ചോ, പള്ളി സമർപ്പിക്കും, ദൈവത്തിന് കൊടുത്തെന്നാണ് പറയുന്നത് അല്ലേ? അതിനെ നമ്മൾ പള്ളി കഴിയുമ്പോൾ അഴിച്ചുകൊണ്ട് പോവോ? ഇല്ല. കാരണം എന്താ? ആ ദൈവത്തിന് കൊടുത്തതാ അല്ലേ? ഓക്കെ. നിങ്ങളെ ഒരു ദിവസം എന്ത് ചെയ്തു? 14 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു? നിങ്ങളിവിടെ കൊണ്ടുവന്ന് അവിടെ എന്ത് ചെയ്തു? അവിടെ സമർപ്പിച്ചു അല്ലേ? ഈ പൈതൽ ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൈതൽ ആരായിത്തീർന്നു? ദൈവ പൈതലായിത്തീർന്നു. ദൈവ പൈതലാണെങ്കിൽ ദൈവ പൈതൽ എവിടെ വളരണം? ദേവാലയത്തിൽ, ദൈവസന്നിധിയിൽ. ദൈവ പൈതൽ വളരേണ്ട ഇടം ദൈവാലയമാണ് അല്ലേ? അതാണ് യേശു പറഞ്ഞു, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലയോ അല്ലേ? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ ദൈവപുത്രനാണ്, എൻ്റെ പിതാവിൻ്റെ ആലയമാണിത്, അവിടെ ഞാനാണ് ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലയോ? കൂടുതൽ വിശദീകരിച്ചില്ല. എന്ത് ചെയ്തു? അവരോടുകൂടെ പോയി അടങ്ങിപ്പാർത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങളെ ഇവിടെ സമർപ്പിച്ചു, നിങ്ങൾ ദൈവ പൈതലാണ് അല്ലേ? ദൈവ പൈതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുനാളിലാകുമ്പോൾ ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ നോക്കാറുണ്ടോ? ആരും നോക്കാറില്ല. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങളെ വളർത്തണം അല്ലേ? അതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ പോലെ, മോശയെ വളർത്തിയത് പോലെ എന്ത് ചെയ്തു? ഫറവോൻ്റെ പുത്രിയാണ്, ഇത് എൻ്റെ പൈതലാണ്, നീ കൊണ്ടുപോയി വളർത്തണം എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതുപോലെ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് നിങ്ങളെ എന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസിന് കൊടുത്തു. നിങ്ങളുടെ പേരൻസ് അത് വളരെ സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിച്ചു. അതുകൊണ്ട് പോയ സമയത്ത് ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ മാതാപിതാക്കന്മാരോടും ജ്ഞാനമാതാപിതാക്കന്മാരോടും പറഞ്ഞു, ഇപ്രകാരമാണ് പറഞ്ഞു, ഈ പൈതലിനെ മശിഹായുടെ സഭ എന്ന കുടുംബത്തിലേക്ക് ബപ്തീസംപ്പെട്ടവരായി കൊണ്ടുവന്ന് നിങ്ങൾ വിശ്വാസപ്രമാണവും കർത്താവിൻ്റെ പ്രാർത്ഥനയും 10 കൽപ്പനകളും ഒരു ക്രിസ്ത്യാനിതിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് അറിഞ്ഞു വിശ്വസിക്കേണ്ട സകല സംഗതികളും ഈ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കരുതിക്കൊള്ളണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച്
കർത്താവിൻ്റെ പ്രാർത്ഥനയും 10 കൽപ്പനകളും വിശ്വാസ പ്രമാണം നീ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു ക്രിസ്ത്യാനിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിച്ചു കൊള്ളണം. 1. 2, ഈ പൈതൽ ദൈവഭക്തിയും ക്രിസ്തു ഉള്ളവളായിരിക്കാൻ സുഹൃത്തോടെ വളർത്തപ്പെടേണ്ടതിനും കരുതിക്കൊള്ളണം. ഈ കൊച്ച് നിങ്ങളുടെ ഏതെങ്കിലും ജീവിത മാതൃക കുറവുകൊണ്ട് വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. സൗഹൃദത്തോടെ വളർത്തപ്പെടുക എന്നാണ്. നിങ്ങളെ ഈ കൊച്ചിന് വളരെ നല്ലൊരു അന്തരീക്ഷം എന്ത് ചെയ്യണം? ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അർത്ഥം. പിന്നെ ഈ പൈതൽ പരിശുദ്ധാത്മദാനത്താൽ ശക്തിപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെ വിശുദ്ധ സംസർഗം കൈക്കൊള്ളുവാൻ തക്കതായ ഒരുക്കത്തോടുകൂടെ വരുവാനും സഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തെ വിശ്വസതയോടെ സേവിക്കുവാൻ തക്കവണ്ണം ഈ പൈതലിനെ സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലുവാനും നിങ്ങൾ കരുതിക്കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താൽ ശക്തിപ്പെട്ട് വരുവാൻ ഈ കൊച്ചിനെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? സ്ഥിരീകരിപ്പാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതി. എപ്പിസ്കോപ്പ് ആരാ? ബിഷപ്പ് അല്ലേ? ബിഷപ്പാണ് എപ്പിസ്കോപ്പാന്ന് പറയും. എപ്പിസ്കോപ്പയുടെ കൊണ്ടുചെല്ലാനും കരുതിക്കൊള്ളണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ വന്നിരിക്കുക അല്ലേ? എത്ര വർഷം മുമ്പാ? നമ്മുടെ പ്രായം എത്രയാ? സ്ഥിരീകരണത്തിന് പാഠം പ്രായം 14 വയസ്സ്. 14 വയസ്സ് തൊട്ട് ഉള്ള പ്രായക്കാരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്ഥിരീകരണം പഠിപ്പിക്കാനായിട്ട്, ഈ പ്രമാണങ്ങൾ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് വേർതിരിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് മാതാപിതാക്കന്മാരും ജ്ഞാനപിതാക്കന്മാരെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഇന്നിവിടെ വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അന്ന് നിങ്ങളുടെ പേർക്ക് അവർ ചില പ്രതിജ്ഞകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേർക്ക് ചില പ്രതിജ്ഞകൾ അവർ എടുത്തിട്ടുണ്ട്. അതേപോലുള്ള അച്ഛൻ ഇന്ന് അത് വായിച്ച് നിങ്ങൾ കേട്ട് കാണും. മൈക്സിൻ ജോൺ അച്ഛൻ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചു. നിങ്ങളത് കേട്ട് കാണും എന്ന് കരുതുന്നു. അന്ന് അവരെടുത്ത പ്രതിജ്ഞകൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇന്ന് സ്വയം ഏറ്റെടുക്കുക പ്രമാണങ്ങൾ. ഓക്കെ, ഇവിടുന്ന് ചില കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ തുറന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയും ഇവിടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെയും ഉണ്ട്. അത് നമ്മൾ മറന്നു പോകാൻ. ഒന്ന്, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്? അടുത്ത ചോദ്യം ഇതാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്നാ പറയും? വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവവിശ്വാസം, ത്രിയേക ദൈവ വിശ്വാസം, ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. അപ്പം നമ്മുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് പറയാനായിട്ട് സാധിക്കണം അല്ലേ? വിശ്വാസം, ഞാൻ മുമ്പേ വേറെ രീതിയിൽ ആ ചോദ്യം ചോദിച്ചിരുന്നു വിശ്വാസത്തെക്കുറിച്ച്. നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് വിശ്വാസം. ചുരുക്കി പറയുന്നതാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ വിശ്വസിക്കും അല്ലേ? ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തതെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും. അതാണ് എൻ്റെ വിശ്വാസം. അവൻ്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കും. അവനാണ് രക്തം നൽകി എന്നെ വീണ്ടെടുത്ത് ഞാൻ വിശ്വസിക്കും. അവൻ നൽകിയ പരിശുദ്ധാത്മാവ് എന്നെ നീതിപാതയിൽ നടത്താൻ എന്നെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇവിടെ നമ്മൾ വേദഭാഗം വായിച്ചപ്പോൾ എസ്കേൽ പ്രവചനം വായിച്ചു. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ കൽപ്പനകളനുസരിച്ച് നടക്കുമാറാക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ആത്മാവ്, കൽപ്പനകളനുസരിച്ച് നടക്കാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാരെ അവരുടെ ദൗത്യ നിർവഹണത്തിൽ ശക്തീകരിച്ച പരിശുദ്ധാത്മാവ്, ദൈവം കർത്താവ് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും. നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ എന്ത് ചെയ്യുന്നത്? ഏറ്റുപറയുക. യേശു ആരാണ്? യേശു എൻ്റെ രക്ഷകനാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണമായെന്ന നിത്യശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത് എൻ്റെ കർത്താവാണ്, എൻ്റെ യേശുവാണ്. അതാണ് യേശു രക്ഷകൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? യേശുവിൻ്റെ രക്ഷകനാണ്. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന ചോദ്യമൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വാഗ്ദത്തം ചെയ്തു പോവുകയാണ്. വാഗ്ദത്തം ചെയ്തു പോകുന്ന കാര്യം ഇതാണ്: വിശുദ്ധ ദിവസങ്ങളിൽ നിങ്ങൾ ദേവാലയത്തിൽ വരുമോ എന്നാണ് ചോദ്യം. വിശുദ്ധ ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയത്തിൽ നിങ്ങൾ വരുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ വരും എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, വരുമ്പോൾ നിങ്ങൾ വിശുദ്ധ സംസർഗം കൈക്കൊള്ളുമോ എന്നാണ് അടുത്ത ചോദ്യം. കൈക്കൊള്ളും എന്നാണ് നിങ്ങൾ പറയുന്നത്. വാഗ്ദത്തം ചെയ്തു പോവുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ വേദോസം വായിക്കുമോ എന്നാണ് ചോദ്യം. പിന്നത്തെ ചോദ്യം, നിങ്ങളിവിടെ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് പോകുന്ന ഉത്തരമുണ്ട്: ഞാൻ വായിക്കും, വിശുദ്ധ വേദോസം ഞാൻ വായിക്കും. ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് ഓർത്തു കൊടുക്കുക. നിങ്ങൾ ഇന്നു മുതൽ ഈ പ്രതിജ്ഞ എടുത്തതിന് ശേഷം
ആ സമയം മുതൽ നിങ്ങൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ വിശുദ്ധ വചനം വായിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മളത് പ്രതിജ്ഞ ചെയ്താണ് പോകുന്നത്. വിശുദ്ധ വേദപുസ്തകം വായിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതുകൂടാതെ എന്ത് ചെയ്യണം? വ്യക്തിപരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കും എന്ന് വാഗ്ദത്തം ചെയ്തായിട്ട് നിങ്ങൾ പോകുന്നു. അത് വെറുതെ ഇവിടെ നിന്ന് പറഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. ദൈവസന്നിധിയിലാണ് നമ്മളെ പ്രതിജ്ഞ എടുക്കുന്നത്. അതാണ് കൺഫേം ചെയ്യാന്ന് പറയും അല്ലേ? ദിവസം വായിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു? തീരുമാനം എടുത്തുകൊണ്ട് പോകും. പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനം എടുത്തുകൊണ്ട് പോകും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനം എടുത്തുകൊണ്ട് പോകും. കർത്തൃ ദിവസത്തിൽ വിശുദ്ധ മേശയിലേക്ക് കർത്താവിൻ്റെ അത്താഴം കഴിക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് പോകുന്നു. പിതാവായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. പുത്രനായ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനം എടുത്തുകൊണ്ട് പോവുകയാണ്. കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കും എന്ന് പറഞ്ഞു പോവുകയാണ്. അത് ചോദിക്കുന്നുണ്ട് അല്ലേ? അതെല്ലാമാണ് നിങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ച് പോകുന്നത്. തീർച്ചയായിട്ടും അതിനെ സഹായിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞകൾ, പഠിച്ച കാര്യങ്ങളെല്ലാം സഹായിക്കുന്നത് വിശുദ്ധ വേദപുസ്തക വായനയാണ് എന്ന് മറന്നുള്ളൂ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അത് ഊട്ടിയുറപ്പിക്കാൻ, അതിലൂടെ ശക്തിപ്പെടുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടും. നിങ്ങൾ ഭൂരിപക്ഷവും കുട്ടികൾ, ചെറുപ്പക്കാരാണ് അല്ലേ? നിങ്ങളെക്കൊണ്ട് സഭയ്ക്ക് ആവശ്യമുണ്ട് അല്ലേ? നല്ല ഒന്നാന്തരം വിശ്വാസികളെ നമുക്ക് ആവശ്യമാണ് അല്ലേ? ദൈവത്തിനെ വായിക്കുകയും ധ്യാനിക്കുകയും അതിന് പ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ആവശ്യമാണ്. ചെറുപ്പക്കാരെ നമുക്ക് ആവശ്യമാണ്. നല്ല ഒന്നാന്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ആവശ്യമാണ് അല്ലേ? നല്ല ദർശനമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ആവശ്യമാണ്. ഭരണകർത്താക്കളെ നമുക്ക് ആവശ്യമാണ്. അതെല്ലാം ഇതിൻ്റെ അകത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടിസ്ഥാനപ്പെട്ട് ആണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട എല്ലാ നിയമ സംഹിതകളും ഇതിൻ്റെ തത്വങ്ങളെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കും. കാരണം ഒരു രാജ്യം നിലനിൽക്കുന്നത് നീതിയിലാണ്. നീതിയിലാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത്. ഇതിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കും. നല്ല ഭരണകർത്താക്കളെ എന്ത് ചെയ്യണം? അവർക്ക് നല്ലൊരു ബേസ് ഉണ്ടായിരിക്കണം. ബേസ് എന്ന് പറയുന്നത് വിശുദ്ധ വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, കൽപ്പനകളാണ് അല്ലേ? നമ്മൾ വായിക്കുക, പഠിക്കുക. അതിലൂടെ നിങ്ങളുടെ ചിന്തകളെ എന്ത് ചെയ്യുക? രൂപപ്പെടുത്തുക. നിങ്ങളുടെ ദർശനങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഷാർപ്പൻ ചെയ്യുക. നിങ്ങളെക്കൊണ്ട് സഭയ്ക്ക് ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്, രാഷ്ട്രത്തിന് ആവശ്യമാണ്. അതിലൂടെ ദൈവത്തിന് ആവശ്യം. ദൈവത്തിൻ്റെ പൈതലായിരിക്കുമ്പോൾ ഇതെല്ലാം ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടും. ഉറപ്പിച്ചു പോവുക ദൈവത്തിലുള്ള വിശ്വാസം. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വാക്യം ഒന്നുകൂടെ പറയട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. യോഹന്നാൻ 14:15. എന്തായിരുന്നു? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. കൽപ്പനകൾ എന്ത് ചെയ്യുക? ഓർത്തുകൊള്ളുക നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? നടന്നുകൊള്ളുക. വീഴ്ചകൾ വരുമ്പോൾ എന്ത് ചെയ്യുക? ഏറ്റുപറഞ്ഞ് ചാടി എഴുന്നേൽക്കുക. തെറ്റിപ്പോയി എന്ന് പറയുക. പൂർവാധീന ശക്തിയോടെ മുമ്പോട്ട് പോവുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനാണ് നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.